ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ 7ാം ക്ലാസ്സിൻ്റെ 2ാമത്തെ യൂണിറ്റിലെ അവസാന പാഠമായ ഹെലൻ കെല്ലറുടെ കഥ പറയുന്ന ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ യൂണിറ്റിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും എല്ലാം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഹൗ ഡിഡ് ഹെലൻ ഗെറ്റ് ഹെർ നെയിം? എങ്ങനെയാണ് ഹെലന് ആ പേര് ലഭിച്ചത്? ഹെലൻ കെല്ലേഴ്സ് ഫാദർ ഇനീഷ്യലി ഇൻറ്റൻഡഡ് ടു നെയിം ഹെർ മിൽഡ്രഡ് ക്യാമ്പൽ. അപ്പോൾ ഹെലൻ കെല്ലറുടെ പിതാവ് ഈ കുട്ടിക്ക് മിൽഡ്രഡ് ക്യാമ്പൽ എന്ന പേരാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അത് അവരുടെ കുടുംബത്തിലെ അറിയപ്പെടുന്ന ഒരു പൂർവികനായിരുന്നു, ആഫ്റ്റർ എ ഹൈലി എസ്റ്റീംഡ് ആൻസെസ്റ്റർ. ഹവവർ, പക്ഷേ ഓൺ ദ വേ ടു ദ ചർച്ച് ടു ഹാവ് ഹർ ബാപ്റ്റൈസ്ഡ്, അങ്ങനെ സ്നാനം കഴിക്കാനായി പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് ഈ ഓർത്തു വെച്ച പേര് മറന്നു പോവുകയും അങ്ങനെ പള്ളിയിലെ വികാരി ചോദിച്ച സമയത്ത് ഹെലൻ ആഡംസ് എന്ന് വേറൊരു പേര് പറയുകയും ചെയ്തു. അങ്ങനെയാണ് ഈ കുട്ടിക്ക് ഹെലൻ എന്നുള്ള പേര് ലഭിച്ചത്. വിചാരിച്ച പേര് മറന്നുപോയത് കൊണ്ട് അന്നേരം വന്ന ഒരു പേര് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. ഇനി രണ്ടാമത്തെ ചോദ്യം, വൈ ഡസ് ഹെലൻ സേ ഷീ ഷോഡ് മെനി സൈൻസ് ഓഫ് ആൻ ഈഗർ സെൽഫ് അസേർട്ടിംഗ് ഡിസ്പൊസിഷൻ? അപ്പോൾ ഈ കുട്ടി, ഹെലൻ എന്ന് പറയുന്ന ഈ കുട്ടി എല്ലാ കാര്യങ്ങളിലും വളരെ ആകാംക്ഷയുള്ള, സ്വന്തം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ താല്പര്യമുള്ള ഒരു കുട്ടിയായിരുന്നു ചെറുപ്പത്തിൽ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ആകാംക്ഷ ഒരു കുട്ടിയായിരുന്നപ്പോൾ ഹെലൻ കാണിച്ചിരുന്നത്? ഹെലൻ കെല്ലർ ഷോഡ് സൈൻസ് ഓഫ് ബീങ് ഈഗർ ആൻഡ് സെൽഫ് അസേർട്ടീവ് ഫ്രം എ വെരി യങ് ഏജ്. ഷീ ഇമിറ്റേറ്റഡ് എവറിത്തിങ് ഷീ സോ അതേഴ്സ് ഡൂയിങ്. അപ്പോൾ ചെറുപ്പത്തിൽ നല്ല കഴിവുള്ള ഒരു കുട്ടിയായിരുന്നു, വളരെ ആകാംക്ഷയോടെ എല്ലാം നിരീക്ഷിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. മറ്റുള്ള ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അഭിനയിച്ച് കാണിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരു കുട്ടിയായിരുന്നു. സച്ച് ആസ് സ്പീക്കിംഗ് വേർഡ്സ് ലൈക്ക് ഹൗഡി. അപ്പോൾ ആളുകൾ സംസാരിക്കുന്ന ചില വാക്കുകളൊക്കെ സംസാരിക്കുമായിരുന്നു, ഈ കുട്ടി പറയുമായിരുന്നു. 6 മാസമൊക്കെ പ്രായമുള്ള സമയത്ത് ഹൗഡി എന്നൊക്കെ പറയും. അതുപോലെ ടീ 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 എന്നുള്ള വാക്ക് വളരെ വ്യക്തമായിട്ട് പറയുമായിരുന്നു. ആളുകൾ പറയുന്നത് കേട്ടിട്ട് അത് അനുകരിക്കുമായിരുന്നു. Even after losing her sight and hearing due to illness, she remembered and continued to articulate the word water. അതുപോലെ തന്നെ ഈ ഏകദേശം 1.5 വർഷം പ്രായമാകുമ്പോഴാണ് ഈ ഒരു അസുഖം ബാധിച്ച് കാഴ്ചയും കേൾവിശക്തിയും നഷ്ടപ്പെടുന്നത്. ആ സമയത്തും ചില വാക്കുകളൊക്കെ കുട്ടി അപ്പോഴും ഓർത്തിരിക്കുന്നുണ്ടായിരുന്നു. ഉദാഹരണത്തിന് വാട്ടർ എന്നുള്ള വാക്ക്. ഇനി മൂന്നാമത്തെ ചോദ്യം, വൈ ഡിഡിൻറ്റ് ഹെലൻസ് ഹാപ്പി ഡേയ്സ് ലാസ്റ്റ് ലോങ്? അപ്പോൾ ചെറുപ്പത്തിൽ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു, പക്ഷെ അത് അധികകാലം നീണ്ടു നിന്നില്ല. എന്താണ് അതിന് കാരണം? ഹെലൻസ് ഹാപ്പി ഡേയ്സ് ഡിഡിൻറ്റ് ലാസ്റ്റ് ലോങ് ബിക്കോസ് അറ്റ് ദ ഏജ് ഓഫ് 19 months, അപ്പോൾ ഒരു വർഷവും 7 മാസവും പ്രായമുള്ള സമയത്ത് ഒരു ഫെബ്രുവരി മാസത്തിൽ, ഇൻ ഫെബ്രുവരി ഷി വാസ് സ്ട്രക്ക് ബൈ ആൻ ഇൽനെസ്, ഒരു അസുഖം ബാധിക്കുകയാണ്. അപ്പോൾ ഈ അസുഖം ബാധിച്ചതിന് ശേഷം മുഴുവനായി കാഴ്ചശക്തിയും കേൾവിശക്തിയും നഷ്ടപ്പെടുകയാണ്. ദിസ് ഇൽനെസ് ക്ലോസ്ഡ് ബോത്ത് ഹെർ ഐസ് ആൻഡ് ഇയേഴ്സ് ഫോർ എവർ. പിന്നീട് ഒരിക്കലും ജീവിതത്തിൽ ഒരു കാഴ്ചയും കാണാനോ ഒരു ശബ്ദം കേൾക്കാനോ ഈ കുട്ടിക്ക് സാധിച്ചില്ല, അല്ലെങ്കിൽ ഹെലൻ കെല്ലറിന് സാധിച്ചില്ല. അത് അവളുടെ ജീവിതത്തിൽ വലിയൊരു വ്യത്യാസമുണ്ടാക്കി. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ആ ആകാംക്ഷ നിറഞ്ഞ സന്തോഷവാനായ കുട്ടിയെ അല്ല പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് കാണുന്നത്. വാട്ട് ട്രാജഡി സ്ട്രക്ക് ഹെലൻ കെല്ലർ ഇൻ ഫെബ്രുവരി? ഫെബ്രുവരിയിൽ എന്താണ് സംഭവിച്ചത്? ഇൻ ഫെബ്രുവരി ഹെലൻ കെല്ലർ വാസ് സ്ട്രക്ക് ബൈ ആൻ ഇൽനെസ് ദാറ്റ് ലെഫ്റ്റ് ഹെർ ബ്ലൈൻഡ് ആൻഡ് ഡെഫ്. അപ്പോൾ ഈ പ്രായത്തിൽ വന്ന 1.5 വയസ്സ് അല്ലെങ്കിൽ ഒരു വർഷവും 7 മാസവും പ്രായമുള്ള സമയത്ത് വന്ന ഒരു പനി, ആ പനി മാറിയതിന് ശേഷം വന്ന ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഈ 2 കഴിവുകൾ നഷ്ടപ്പെട്ടു. അതായത് കാഴ്ച, കേൾവി, ഈ 2 കഴിവുകളും നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. വൈ വെർ ദ ഫസ്റ്റ് 19 months ഓഫ് ഹെലൻ കെല്ലർസ് ലൈഫ് ഡിഫറെൻറ്റ്? ആദ്യത്തെ ഈ
19 മാസങ്ങൾ വ്യത്യസ്തമാണെന്ന് പറയാൻ കാരണം എന്താണ്? The first 19 months of Helen Keller's life were different because during this time she could see and hear. അല്ലേ? അപ്പോൾ ഈ ഒരു കാലം ഒരു സാധാരണ കുട്ടിയായിരുന്നു, കുറച്ചുകൂടി വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു, എല്ലാം ആകാംക്ഷയോടെ നോക്കുകയും ആളുകൾ ചെയ്യുന്നത് അനുകരിക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ അത് വ്യത്യസ്തമാണ്. കാരണം 19 മാസം വരെ ഈ കുട്ടിക്ക് കാണാനും കേൾക്കാനും കഴിയുമായിരുന്നു. ഷീ കോട്ട് ഗ്ലിംസസ് ഓഫ് ബ്രോഡ് ഗ്രീൻ ഫീൽഡ്സ്, എ ലൂമിനസ് സ്കൈ ആൻഡ് ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ്. അപ്പോൾ പൂക്കളും മരങ്ങളും അതുപോലെ ഫീൽഡ്, അതുപോലെ ആകാശം, ഇതൊക്കെ കുട്ടി കണ്ടിട്ടുണ്ട് ഈ ഒരു പ്രായത്തിൽ. ദിസ് പീരീഡ് വാസ് ഫിൽഡ് വിത്ത് ഹാപ്പി എക്സ്പീരിയൻസസ് ഓഫ് ഹിയറിംഗ് ബേർഡ് സോങ്, സീയിങ് ബ്ലൂമിംഗ് റോസസ് ആൻഡ് ഫ്രൂട്ട്സ് ഇൻ സമ്മർ. അപ്പോൾ സമ്മർ സീസണിൽ പൂക്കൾ, അതുപോലെ തന്നെ റോസ് ഫ്ലവർ, അതുപോലെ പക്ഷികളുടെ ശബ്ദം, ഇതൊക്കെ കേട്ടിട്ടാണ് കുട്ടി വളർന്നത്. ആൻഡ് എക്സ്പീരിയൻസിങ് ദ ചേഞ്ചിങ് സീസൺസ്. ഇറ്റ് വാസ് സ്റ്റാർക്ക് കോൺട്രാസ്റ്റ് ടു ദ ഡാർക്ക്നെസ് ആൻഡ് സൈലൻസ്. പക്ഷെ പിന്നീട് അങ്ങോട്ടേക്ക് ഈ 19 മാസത്തിന് ശേഷം, ഈ അസുഖം ബാധിച്ചതിന് ശേഷം പിന്നീട് ഒരിക്കലും ഒന്നും കാണാനോ കേൾക്കാനോ ഹെലൻ കെല്ലറിന് സാധിക്കുമായിരുന്നില്ല. അപ്പോൾ എപ്പോഴും കണ്ണിൽ ഇരുട്ടും എപ്പോഴും നിശബ്ദതയും മാത്രമായിട്ട് ബാക്കിയുള്ള ജീവിതം അവർ ജീവിക്കുകയാണ്. That followed after she lost her sight and hearing due to illness. അപ്പോൾ ഈ അസുഖം ബാധിച്ചതിന് ശേഷം എപ്പോഴും ഇരുട്ടും എപ്പോഴും നിശബ്ദതയും മാത്രമുള്ള ഈ ഒരു വ്യക്തി തൻ്റെ ഈ പറയുന്ന ലിമിറ്റേഷൻസ് അതിനെല്ലാം തരണം ചെയ്ത് ഒരു ഗ്രാജുവേഷൻ ലെവൽ വരെ പഠിക്കുകയും ലോകത്തിന് പ്രചോദനമായ ഒരു മഹത് വനിതയായി മാറുകയും ചെയ്തു. എല്ലാം അവരുടെ ഡിറ്റർമിനേഷൻ, അതുപോലെ ദ ഹെൽപ്പ് ഓഫ് ഹർ ടീച്ചർ ആൻ സല്ലിവൻ. തൻ്റെ ടീച്ചറായ ആൻ സല്ലിവനാണ് ഹെലൻ കെല്ലറെ ഈ ഒരു വലിയ വ്യക്തിയാക്കി മാറ്റാൻ പ്രധാന പങ്ക് വഹിച്ചത്.